പട്ടുസാരി തോറ്റു പോകുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. അപ്പം എൻ്റെ ലിപ്സ് ഒക്കെ കുറച്ച് മാറി കിടക്കുമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോയിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അന്ന് റീറെക്കോർഡ് ചെയ്തേക്കുവാണ്. എന്തായാലും ഈ ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ്, അപ്പം അതിൻ്റെ അകത്ത് ട്രഡീഷണൽ കോമ്പിനേഷൻസ് ഉണ്ട്, ലൈറ്റ് ആൻഡ് ഡാർക്കിൻ്റെ ലുക്സും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേറെ വരുന്നുണ്ട്, സിംഗിൾ കളേഴ്സ് വരുന്നതുണ്ട്. ഇതിപ്പോൾ എന്തായാലും കോൺട്രാസ്റ്റ് ഷെയ്ഡ്സിലാണ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് കണ്ടുപോകാം. ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ഒരു മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ടോണിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഉടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ പാറ്റേൺ, ഇങ്ങനെ മണി കോർത്ത് പോലത്തെയുള്ള പാറ്റേൺസിലാണ് വന്നിരിക്കുന്നത്. വാടാമുല്ലയും നല്ല റോയൽ ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ആൻഡ് അതിനകത്തൊരു ഡബിൾ കളറിൽ വരുന്ന ബ്ലൗസ് വരുന്നു. ഇതിനകത്ത് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ അകത്ത് ചെക്ക് പാറ്റേൺസും ആൻഡ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ബോർഡറും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ബ്ലൗസ് സെയിം ഷെയ്ഡ്, ഇത് പല്ലുവാണ് കേട്ടോ. ബ്ലൗസും സെയിം ഷെയ്ഡിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് ബോർഡറും വരുന്നുണ്ട്. ഇതാണ് അതിനകത്ത് ചെക്ക് പാറ്റേൺ, കോപ്പർ ആൻഡ് സിൽവറിൻ്റെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ബോർഡർ ലുക്കുമാണ്. നമുക്ക് ആ ബ്ലൗസൊക്കെ വിത്ത് ബ്ലൗസായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുമാണ്. കുഞ്ഞ് സെറിയും കൂടി വരുന്നുണ്ട് കേട്ടോ അതിനകത്ത്. ആൻഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇസ് വെരി സട്ടിൽ. അതെനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഒരു ഭംഗിയുള്ള ഒരു ഗ്രീൻ ടോണാണ്. അതിനകത്തൊരു മെഹന്തി ടോണിൽ തന്നെ വന്നിരിക്കുന്ന ഗ്രീനും അതിൻ്റെ അകത്ത് നമുക്ക് നല്ല രസമുള്ള ഈ ഒരു സിൽവർ ആൻഡ് മെഹന്തി ഗ്രീനിൻ്റെ തന്നെ മെഹന്തി ഗോൾഡ് ടോണിലും കൂടെ വന്നിട്ടുള്ള ഒരു സെറിയും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെർട്ടിക്കൽ പാറ്റേൺ അഗൈൻ ആൻഡ് പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബോർഡറിൽ കൂടി വന്നിട്ട് നല്ല രസമുള്ള ഒരു വൈൻ മെറൂൺ ഷെയ്ഡിലാണ് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത്. നല്ല രസമാണ് കൊടുക്കുന്നത്. പട്ടുസാരിയുടെ പോലെ തന്നെയുള്ള ഒരു ഫീലാണ്. അത് പോളി ബ്ലൈൻഡ് ആണ്, പക്ഷെ പട്ടുസാരി പോലെ തന്നെ നമുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഭംഗി വരും. നല്ല രസമുള്ള കളേഴ്സുമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ കുറച്ചും കൂടി ബ്രോഡായിട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ കണ്ടതിനെക്കാട്ടിലും കുറച്ചും കൂടി ബ്രോഡായിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഭയങ്കര രസമാണ്. ഡബിൾ ബോർഡർ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു പ്രത്യേക ഭംഗിയാണ് ആ ട്രഡീഷണൽ ഫീലിൻ്റെ കൂടെ. ബോഡിയിൽ വന്നിരിക്കുന്നത് യെല്ലോ കളേർഡിൽ തന്നെ വന്നിരിക്കുന്ന യാൻസ് തന്നെ വീവ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അത് സെറിയല്ല, ബോഡിയിൽ സെറിയില്ല, ആ ബോർഡറിലാണ് ആ ഡബിൾ ബോർഡർ. ഒരു ഭംഗിയുള്ള ഒരു വിൻറ്റേജ് ഫീലാണ് അതിനകത്ത് എന്തായാലും വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡ്. ബ്രൈറ്റ് ആണ് പക്ഷെ ഓടല്ല. നെക്സ്റ്റ് വൺ, ദിസ് ഇസ് എ പേസ്റ്റൽ ടോൺ. അപ്പം ഇതിനകത്തൊരു ഡബിൾ ഷെയ്ഡിലാണ് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത്. ഒരു അനിയൻ പിങ്ക് ടോണാണ് ഇതിനകത്ത് വരിക. ആൻഡ് പല്ലുവും ബ്ലൗസും മേക്കത് ഈ ഒരു പെയിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരിക. ആൻഡ് ബോർഡറിലും ഇതേപോലെ തന്നെ. ഇത് ആക്ച്വലി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കോപ്പറിൻ്റെയും കൂടെ ആയിട്ടുള്ളൊരു സിൽവറിൻ്റെയും കോമ്പിനേഷനിൽ വെർട്ടിക്കൽ പാറ്റേണിൽ തന്നെയാണ് അതിൻ്റെ വീവിങ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ തന്നെ ഒരു കളർ വേരിയേഷൻ ഇനി വരുന്നുണ്ട് കേട്ടോ. സോ സെയിം ലുക്ക് ഇൻ ഡിഫറെൻറ്റ് കളർ. ഇതും ഒരു നേവിയുടെ കൂടെ ഒരു പീകോക്ക് ബോർഡർ, പീകോക്ക് ഗ്രീൻ ബോർഡറും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അഗൈൻ വെർട്ടിക്കൽ പാറ്റേൺ. ഇതിനകത്ത് ബ്ലൗസ് സോൾഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. സെയിം കളർ കോമ്പിനേഷൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് ബോർഡറിൽ പറഞ്ഞ പോലെ കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. ഇത് നല്ലൊരു പ്ലസൻറ്റ് ഷെയ്ഡാണ്. ഇത് മങ്ങി കളർ അല്ല കേട്ടോ. മോസ്റ്റ്ലി വരുന്നതൊക്കെയും പ്ലസൻറ്റ് ഷെയ്ഡാണ്, ഒന്നും മങ്ങി കളറല്ല. പല്ലുവാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്തൊരു പാറ്റേൺ വേരിയേഷൻ വരുന്നുണ്ട്. ആ ബോർഡറിലെ വീവ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ബോഡി ഫുള്ള് ഇങ്ങനെ സെറി ചെക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ് ഗ്രീൻ ആണ്. ഒരു പാരറ്റിൻ്റെ ഒരു ഷെയ്ഡും കൂടെ വന്നിട്ട് ഒരു ഡബിൾ കളറിലാണ് വന്നിരിക്കുന്നത്. ബോഡി ഫുൾ സെറി ചെക്സ് ആണ്. പെട്ടെന്ന് ദൂരെ നോക്കുമ്പോൾ ഒരു ടിഷ്യൂവിൻ്റെ ഫീലൊക്കെ വരുന്നതുകൊണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീപ്പ് ഗ്രീൻ ആണ്, ബ്ലാക്ക് ചേർന്നിട്ടുള്ള ഒരു ഗ്രീനിൻ്റെ കൂടെ ആ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ബോർഡറും കൂടെ വരുമ്പോഴത്തേക്ക് അഗൈൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡേയും പ്ലീറ്റൊക്കെ എടുത്ത് കൊടുക്കാനും ഭംഗിയാണ്. ഇതിൻ്റെയും ബ്ലൗസ് സെയിം ആണ്. ബോർഡർ ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. വിത്തൗട്ട് ദി സെറി വർക്കായിട്ടാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് എല്ലാ ഷെയ്ഡ്സും അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കുന്നത്. 1600 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചർ കാണണമെങ്കിലൊക്കെ യു കെൻ ജസ്റ്റ് മെസ്സേജ് മീ.